هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير. السلام عليكم. الحمد لله. صلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما دائما إلى يوم الدين. أما بعد واتقوا الله عباد الله. വേദിയിലും സദസ്സിലുമിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ആദർശം വെച്ചു പുലർത്തുന്ന ആത്മാർത്ഥതയുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അധാർമികത മുതലായവയിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. മനുഷ്യരെ ഇവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രധാന അവതരണ ഉദ്ദേശം. എന്നാൽ മറ്റുള്ള മതങ്ങളിൽ ദർശിക്കപ്പെടുന്നത് പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിങ്ങളിലും ഒട്ടും കുറവില്ലാതെ ദർശിക്കപ്പെടുന്നു. ഇതിൻ്റെ കാരണം പ്രധാനമായും രണ്ടാണ്. ഒന്ന്, പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു പോയ പിഴവുകളും അറിവില്ലായ്മയും. രണ്ട്, പ്രമാണങ്ങളെ സമീപിക്കുന്നതിൽ സംഭവിച്ചു പോയ പിഴവും അറിവില്ലായ്മയും മുൻഗണനാക്രമം തെറ്റിക്കലും. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏവ? വിശുദ്ധ ഖുർആന്, സ്വഹിയായ അഥവാ സ്ഥിരപ്പെട്ട ഹദീസുകൾ. ഇത് രണ്ടുമാണ് സ്വതന്ത്രമായ പ്രമാണം. സ്വതന്ത്രമല്ലാത്ത പ്രമാണങ്ങൾ: ഒന്ന്, ഖിയാസ്. ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ ഇനി നിയോഗിക്കപ്പെടുകയില്ല. ആകാശത്ത് നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വഹി, ദിവ്യ സന്ദേശം ഇറക്കുകയുമില്ല. അതിനാൽ ആധുനിക പ്രശ്നങ്ങൾക്ക് വിശുദ്ധ ഖുർആനും സ്ഥിരപ്പെട്ട ഹദീസും തന്നെ വിധികൾ കണ്ടെത്തണം. ഉദാഹരണത്തിന്, പുകവലിക്കൽ അത് അനുവദനീയമാണോ നിഷിദ്ധമാണോ? കണ്ണ് ദാനം ചെയ്യൽ അനുവദനീയമാണോ നിഷിദ്ധമാണോ? ഗർഭപാത്രം വാടകക്കെടുക്കൽ അനുവദനീയമാണോ നിഷിദ്ധമാണോ? മനുഷ്യൻ ചന്ദ്രയിൽ പോയി താമസം തുടങ്ങിയാൽ എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പനുഷ്ഠിക്കണം? ഇത്തരം പ്രശ്നങ്ങൾക്ക് വിശുദ്ധ ഖുർആനും സ്ഥിരപ്പെട്ട നബിന്റെ ചര്യയെ മുന്നിൽ വെച്ച് ഗവേഷണം ചെയ്യുക, ഇജ്തിഹാദ് ചെയ്യുക. അതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇജ്തിഹാദു വൽ ഖിയാസു. ഗവേഷണത്തിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഉമാ ഇസ്മാനി ലിമാന വാഹിദി. രണ്ടും ഒരേ ആശയത്തിലുള്ള രണ്ട് പദങ്ങൾ മാത്രം. ഖിയാസ്, ഇജ്തിഹാദ് ഒന്ന് തന്നെ. ഇമാം ഷാഫിന്റെ റിസാല 477 പേജ്. അടുത്തത് ഇജ്മാ. അതായത് ഈ ഗവേഷണത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായം ഉണ്ടായാൽ അതിന് ഇജ്മാ എന്നും പറയുന്നു. അതായത്
ഇന്ന് 5 ലക്ഷം പണ്ഡിതന്മാരുണ്ട് മുസ്ലിം ലോകത്ത്. ആ 5 ലക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ് പുകവലി നിഷിദ്ധമാണ് എങ്കിൽ അതിനാണ് ഇജ്മാ എന്ന് പറയുക. അല്ലെ 5 ലക്ഷം പണ്ഡിതന്മാർ പറഞ്ഞ് കണ്ണ് ദാനം ചെയ്യൽ അനുവദനീയമാണ് എന്ന് എങ്കിൽ അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. പള്ളി ദർസിൽ ഏറ്റവും സ്വീകാര്യമായ ജമുൽ ജവാമി എന്ന കിതാബിൽ പറയുകയാണ്, ഇത്തിഫാഖു മുജ്തഹിദി ഉമ്മത്തി മുഹമ്മദിൻ ബഅദ വഫാത്തിഹി ഫി അസ്രി മിനൽ ആസാരി അല അംരി മിൻ ഉമൂരി ദീനി. ഇജ്മാ എന്ന് പറഞ്ഞ മുഹമ്മദ് നബിന്റെ മരണശേഷം ഏതെങ്കിലും നൂറ്റാണ്ടിൽ ആധുനിക പ്രശ്നങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും അഭിപ്രായം പറയുക, അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. എങ്കിലും സ്നേഹിതന്മാര്, ഇസ്ലാമിന്റെ സ്വഭാവം ഈ 5 ലക്ഷം പണ്ഡിതന്മാരും പുകവലി ഹറാമാണെന്ന് പറയുകയാണെങ്കിൽ, കണ്ണ് ദാനം ചെയ്യൽ പുണ്യകർമ്മ എന്ന് പറയുകയാണെങ്കിൽ അതിനവർക്ക് രേഖ വേണം, തെളിവ് വേണം. ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നുള്ള രേഖകൾ, തെളിവിന്റെ ആവശ്യമുണ്ട്. 5 ലക്ഷം പണ്ഡിതന്മാർ ഏകോപിച്ച് പുകവലി ഹറാമാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിലെ കുട്ടിക്ക് വരെ ഈ 5 ലക്ഷം പണ്ഡിതന്മാരോട് ചോദിക്കാം അതിനുള്ള തെളിവ് എന്താണ് എന്ന്. അത് പള്ളി ദർസിന് സ്വീകാര്യമായ ജമുൽ ജവാമി എന്ന കിതാബിൽ തന്നെ പറയുന്നു, വലാ ബുദ്ദ ലഹു, ഇജ്മാ അംഗീകരിക്കണമെങ്കിൽ നിർബന്ധമാണ് മിൻ മുസ്തനദിൻ, എന്തെങ്കിലും അവലംബം പരിശുദ്ധ ഖുർആനിന്നോ തിരുസുന്നത്തുന്നോ എന്തെങ്കിലും അവലംബം വേണം. വഹുവ സഹീഹു, അതാണ് സ്ഥിരപ്പെട്ട അഭിപ്രായം. കാരണം ഫൈനൽ ഖൗല ഫിദ്ദീനി, ഇസ്ലാം ക്രിസ്തു മതം പോലെയല്ല, അച്ഛന്മാര് മുഴുവൻ കൂടി തീരുമാനിച്ചാൽ അത് പ്രമാണമായി തെളിവായി. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. മതത്തിൽ വ്യക്തിയാവട്ടെ സമൂഹമാവട്ടെ തെളിവില്ലാതെ എന്തെങ്കിലും പറയല്, ബിലാ മുസ്തനദിൻ, തെളിവില്ലാതെ പറയല് ഖതഉൻ, അത് പിഴവാണ്. ജമുൽ ജമാവി 195. ചില ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. അതായത് കണ്ണ് ദാനം ചെയ്യൽ അത് ഇസ്ലാം അനുവദിച്ച സംഗതിയാണെന്ന് ഇന്ന് 10 ലക്ഷം പണ്ഡിതന്മാരുണ്ടെന്ന് സങ്കല്പിക്കുക. ആ പണ്ഡിതന്മാർ പറഞ്ഞാൽ അവരതിന് രേഖ കാണിക്കണം, സൂചനയെങ്കിലും. അപ്പോൾ അവർ സൂചന ഉദ്ധരിക്കണം. അല്ലാഹു പറഞ്ഞു, വല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഒരു വസ്തു പാടില്ല എന്ന് പറയുന്ന തെളിവ് കൊണ്ടുവരണം. ഉദാഹരണത്തിന് പറയണമെങ്കിൽ സംഗീതോപകരണം പിശാച് പടച്ചതുമൊന്നുമല്ല, പടച്ചോൻ സൃഷ്ടിച്ച ഉപകരണങ്ങളാണ്. അപ്പൊ അത് ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന് പറയുന്നവൻ തെളിവ് കൊണ്ടുവരണം. അതുപോലെ തന്നെ വിജ്ഞാന ശാഖകൾ, എല്ലാ വിജ്ഞാന ശാഖകളും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. കണ്ണ് മാറ്റിവെക്കാനും ഗർഭപാത്രം കടമെടുക്കാനൊക്കെ ഉള്ളൊരു വിജ്ഞാന ശാഖകളാണ്. അത് തെറ്റാണ്, പാടില്ല എന്ന് പറയുന്നതിന് തെളിവ് കൊണ്ടുവരണം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ കണ്ടത് 5 ലക്ഷം പണ്ഡിതന്മാർ പറയാണ് എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന ആയത്ത് ഞങ്ങൾ കണ്ട്. ആ ആയത്തിന്റെ സൂചന പ്രകാരമാണ് ഞങ്ങൾ കണ്ണ് ദാനം ചെയ്യൽ അനുവദനീയമാണെന്ന് പറഞ്ഞത്. അത് പുകവലി ഹറാമാണെന്ന് പറഞ്ഞു 5 ലക്ഷം പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞു, മുസ്ലിം ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും. എങ്കിൽ വരെ ഈ സമൂഹത്തിലെ ഒരു കുട്ടിക്ക് വരെ ചോദിക്കാം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പുകവലി ഹറാമാന്ന് പറഞ്ഞത്? അപ്പോൾ അവർ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകുല്ലു മുസ്കിരിൻ ഹറാമും വകുല്ലു മുഫ്തിരിൻ ഹറാമും, എല്ലാ ലഹരി ഉണ്ടാക്കുന്നത് നിഷിദ്ധമാണ്, ശരീരത്തിന് തളർച്ച ഉണ്ടാക്കുന്നത് നിഷിദ്ധമാണ്. അബൂദാവൂദ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പുകവലി ഹറാമാണെന്ന് അവർ പറയണം. അപ്പോൾ ഇജ്മാ കൊണ്ട് കിട്ടുന്ന ഗുണമെന്താണ്? ഖുർആന്റെ സുന്നത്തിന്റെ സൂചനയിലാണ്. ഏകാഭിപ്രായം ഉണ്ടെങ്കിൽ പിഴവ് പറ്റാനും തെറ്റുപറ്റാനുള്ള സാധ്യത ഇല്ലാതെയായി. ഹദീസിലാണ് ഏകാഭിപ്രായം ഉണ്ടായതെങ്കിൽ, നബിന്റെ ഹദീസിലാണ് ഏകാഭിപ്രായം ഉണ്ടായതെങ്കിൽ ആ ഹദീസ് ദുർബലമാവാനുള്ള സാധ്യതയും ഇല്ലാതായി. അപ്പോൾ ഇജ്മാ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ സൂചനയിലുള്ള, നബിന്റെ ഹദീസിന്റെ സൂചനയിലുള്ള ഇത്തിഫാക്ക്, ഏകാഭിപ്രായം, അല്ലെ നബിചര്യയുള്ള ഏകാഭിപ്രായം. അതുകൊണ്ടാണ് പ്രഗത്ഭ പണ്ഡിതനായ ഇബ്നു ഹസം, ഹാഫിദ് ഇബ്നു ഹസം ഇജ്മാഇന് നിർവചനം പറയുന്നത് സുന്നത്തിന്റെ ഐക്യരൂപം എന്നാണ്.
ഇനി ഇജ്മാ ഉണ്ടായിട്ടുണ്ടോ? അതിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് തർക്കമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു, മനിദ്ദഅൽ ഇജ്മാ ഫഖദ് കദബ. ഏതെങ്കിലും വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറയുന്നവൻ കളവ് പറയാണ്. കാരണം എങ്ങനെയാണ് ഈ 5 ലക്ഷം പണ്ഡിതന്മാരെ ഏകോപിക്കുക? ഇനി പണ്ഡിതനാണെന്ന് ആരാണ് തീരുമാനിക്കുക? എന്നെ ഒരു കാലത്ത് പണ്ഡിതനാണെന്ന് പറഞ്ഞവര് ഇന്നെന്നെ പണ്ഡിതനാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ വല്ലവനും പറഞ്ഞു പോയാൽ അത് കളവുമാണ്. പക്ഷെ ഉണ്ടായാലോ അത് തെളിവാണെന്ന് മാത്രം. ഇനി പ്രമാണങ്ങളുടെ സമീപന രീതി. ഇസ്ലാമിന്റെ 1-ാം പ്രമാണം വിശുദ്ധ ഖുർആൻ, 2-ാം പ്രമാണം സ്ഥിരപ്പെട്ട ഹദീസ്, 3-ാം പ്രമാണം ഇജ്മാ, 4-ാമത്തെ പ്രമാണം ഖിയാസ് അഥവാ ഇജ്തിഹാദ്. ഈ മുൻഗണനാക്രമം തെറ്റിച്ചതാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിൽ കടന്നുകൂടാനുള്ള പ്രധാന കാരണം. കേരളത്തിലെ യാഥാസ്ഥികന്മാരുടെ പ്രധാന സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയ, അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച അൽ മുനീർ 5-ാം വാർഷിക പതിപ്പിൽ എഴുതുന്നു, ഖുർആനിനേക്കാളും മുൻഗണന നൽകേണ്ടത് ഇജ്മാഇനാണ്. കാരണം അതിൽ ഇജ്മാഇൽ നഫ്സിനോ ദുർബലപ്പെടുത്തൽ പിഴവിനോ അവകാശമില്ല. ഖുർആനിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച 5-ാം വാർഷിക പതിപ്പ് അൽ മുനീർ 1969-70 പ്രസിദ്ധീകരിച്ചത്, പേജ് 64. അവർ തന്നെ അവരുടെ ഔദ്യോഗിക മാസികയിൽ പറയുകയാണ്, ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടതിനേക്കാളും ഇമാമുകളുടെ വാക്കിന് മുൻഗണന നൽകുന്നവരാകുന്നു സുന്നികൾ. ഇക്മത്ത് മാസിക 1983 ഫെബ്രുവരി, പേജ് 29. എന്തുകൊണ്ട് ഖുർആൻ 1-ാം പ്രമാണമാക്കി? മുസ്ലിം ലോകം മുഴുവനും എന്തുകൊണ്ട് ഖുർആൻ 1-ാം പ്രമാണമാണെന്ന് പറഞ്ഞു? 1, പദവും ആശയവും അള്ളാഹുവിൻ്റെതായത് ഖുർആൻ മാത്രമാണ്. ഹദീസ് ഇപ്രകാരമല്ല. ആശയം അള്ളാഹുവിൻ്റേത്, പദം നബിയുടേത്, അല്ലെ സഹാബിയുടേത്, അല്ലെ മറ്റുള്ള നിവേദകന്റേത്. അതിനാൽ ഹദീസിന്റെ ആശയത്തിൽ വരെ പിഴവുകൾ സംഭവിച്ചത് കാണാം. ഒരു ഉദാഹരണം മാത്രം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബിസാസം പറഞ്ഞു, 7 കൂട്ടർക്ക് അർശിന്റെ നീരിട്ട് തരും. അത് ഒരു കൂട്ടര് ഇടത് കൈ ചെലവ് ചെയ്യുന്നത് വലത് കൈ അറിയാത്തവനെന്ന് പറഞ്ഞു. പറയേണ്ടത് വലത് കൈ ചെലവ് ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ മുസ്ലിമിലെ ഹദീസിൽ ഇടത് കൈ ചിലവ് ചെയ്യുന്നത് വലത് കൈ അറിയയില്ല എന്നാണ്. കാരണം ഹദീസിന്റെ പദങ്ങൾ മുഹമ്മദ് നബിൻ്റെതും അല്ല, സഹാബിൻ്റെതും ആയിക്കോണമെന്നില്ല, നബിൻ്റെതും ആയിക്കോണമെന്നില്ല, നിവേദകന്റേതാണ്. മനുഷ്യന് സംസാരത്തിൽ പിഴവ് പറ്റും. അതുകൊണ്ട് നിവേദകന് പറ്റിയ വാക്കിൽ പറ്റിയ അബദ്ധമാണത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ലഫ്ളിൽ വരെ തെറ്റുപറ്റൂല. കാരണം ലഫ്ള് വരെ പടച്ചവന്റേതാണ്, ആശയം പടച്ചോന്റേതാണ്. 2-ാമത്തെ കാരണം ക്രോഡീകരണം. വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം പ്രവാചകന്റെ കാലത്ത് തന്നെ ഇതുപോലെ നിർവഹിക്കപ്പെട്ട്, സഹാബിമാരുടെ കാലത്ത്, നബിന്റെ കാലത്ത് ക്രോഡീകരിച്ച മുസ്ഹഫിൽ നിന്ന് ധാരാളം കോപ്പികൾ പകർത്തിയിട്ട് മുസ്ലിം ലോകത്തിന്റെ പല ഭാഗത്തേക്ക് നിയോഗിച്ചയച്ച്. എന്നാ ഹദീസുകളുടെ അവസ്ഥ അങ്ങനെയല്ല. മുഹമ്മദ് നബിന്റെ ഹദീസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ബുഖാരി, മുസ്ലിം, തുർമദി, അബൂദാവൂദ്, ബൈഹഖി, ഇവരിൽ നിന്നെല്ലാം കിട്ടുക. ഇവരിനെ ബുഖാരി നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സഹാബിമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സഹാബിമാരെ കണ്ട താബീങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് ശേഷമുള്ളവരെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നബിന്റെ വഫാത്തിന് ശേഷം ചില ഹദീസ് പണ്ഡിതന്മാർ 200 കൊല്ലത്തിന് ശേഷം ജനിച്ചു, ചിലർ 300 കൊല്ലത്തിന് ശേഷം,
ചിലർ 400 കൊല്ലത്തിന് ശേഷം. ഇമാം ബൈഹഖി ജനിക്കുന്നത് ഹിജ്റ 384, മരണപ്പെട്ട് 458. ഹാക്കിം മരിക്കുന്നത് 405. അതിനാൽ ഹദീസുകളിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ട്. മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ ഏകാഭിപ്രായമുണ്ട്, അഥവാ അഭിപ്രായ ഭിന്നത ഉദ്ധരിച്ചിട്ടില്ല. മൂന്നാമത്തെ കാരണം, ഗണ്യതമായ അറിവ് ഖുർആൻ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. മുത്തവാത്തിറായ ഹദീസ് ഉണ്ടെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് കൊണ്ടും എന്ന് പറഞ്ഞാൽ ഞാൻ ചൈന കണ്ടിട്ടില്ല, ജപ്പാൻ കണ്ടിട്ടില്ല. പക്ഷെ എത്രയോ ആളുകൾ ചൈന കണ്ടവരുണ്ട്, ജപ്പാൻ കണ്ടവരുണ്ട്. അവരുടെ റിപ്പോർട്ട് ഒരിക്കലും കളവാവാൻ സാധ്യതയല്ല. ഇതുപോലെ മുഹമ്മദിൽ എന്നൊരു സംഘ സഹാബത്ത് ഉദ്ധരിക്കാം. അങ്ങനെ മുത്തവാത്തിറ ഹദീസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഗണ്യതമായ അറിവ് ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസ്, ആ ഹദീസ് കൊണ്ട് തന്നെ ഇൽമുൽ യഖീന് കിട്ടുകയില്ല. ഇൽമു കിട്ടുമെന്ന് ഇബ്നു ഹസം പറഞ്ഞു. ആ ഇബ്നു ഹസം തന്നെ ഇൽമുൽ യഖീന് കിട്ടുമെന്ന് പറയുന്നില്ല. ഇൽമുൽ യഖീന് കിട്ടുക വിശുദ്ധ ഖുർആനെ കൊണ്ടും മുത്തവാത്തിറ ഹദീസ് കൊണ്ടും മാത്രം. കാരണം ഒരൊറ്റ ഉദാഹരണം, സഹീഹ് ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനമൊക്കെ നമ്മുടെ ഉദ്ദേശം കൊണ്ടാണെന്നാണ്. ഇതാണ് സഹീഹ് ബുഖാരി ആദ്യത്തെ ഹദീസ്. ഇത് ബുഖാരി നബി ഞാൻ പറയുന്നത് കേട്ടെന്ന് പറയണോ? അല്ല. സഹാബത്ത് പറയുന്നത് ഞാൻ കേട്ടെന്ന് ബുഖാരി പറയാണോ? അല്ല. അങ്ങനെ പറഞ്ഞാൽ ഉടൻ തന്നെ മുസ്ലിം ലോകം അത് തട്ടിക്കളയും. കാരണം ബുഖാരി ജനിച്ചത് 194 മരിച്ചത് 256. അപ്പോൾ ബുഖാരി ഈ ഹദീസ് നബിയിലേക്ക് എത്തിക്കണം എങ്ങനെയാണ്? ഹദ്ദസനാ ഹുമൈദി, എന്നോട് ഹുമൈദി പറഞ്ഞു, അദ്ദേഹത്തോട് സുഫിയാൻ പറഞ്ഞു, അദ്ദേഹത്തോട് യഹ്യ ബിൻ സഈദ് പറഞ്ഞു, അദ്ദേഹത്തോട് മുഹമ്മദ് ബിൻ ഇബ്രാഹിം പറഞ്ഞു, അദ്ദേഹത്തോട് അൽഖമ പറഞ്ഞു. അൽഖമ ഉമർ അള്ളാഹു മിമ്പർ വന്ന് പ്രസംഗിക്കണ കേട്ട് ഉമർ അള്ളാഹു നബി പറയുന്നത് കേട്ട്. ഇബ്നു അസ്കലാനി പറയുകയാണ്, മാമിൻ റാവിൻ, ഒരു നിവേദകനുമില്ല, മിൻ റിജാലിൽ ഇസ്നാദി, സനദിൽ വരുന്ന നിവേദകന്മാരിൽ ഒരു നിവേദകനുമില്ല, ഇല്ല എങ്ങനെയല്ലാതെ വൽ ഖതഉ, പിഴവ് ജായിസുൻ അലൈഹി, അവന്റെ മേൽ അനുവദനീയമാണ്. നുഖ്ബത്തുൽ ഫിക്ർ എന്ന ഇബ്നു അസ്കലാനിന്റെ കിതാബ്, നുഖ്ബത്തുൽ ഫിക്ർ എന്ന കിതാബ്. അപ്പൊ ഈ കാരണത്താലാണ് ഗണ്യതമായ അറിവ് വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് മുസ്ലിം ലോകം ഒന്നാം പ്രമാണം ഖുർആനുമായി അംഗീകരിച്ചത്. നാലാം കാരണം, സംശയരഹിതമായ കിതാബ് വിശുദ്ധ ഖുർആൻ മാത്രം. അല്ലാഹു പറഞ്ഞ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, സംശയരഹിതമായ സംശയമില്ലാത്ത കിതാബ് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അൽ ബഖറ 2, സജദ 2, യൂനുസ് 37. ഈ പ്രത്യേക വിശുദ്ധ ഖുർആൻ മാത്രമാണുള്ളതാണ്. സംശയരഹിതമായ കിതാബ് വിശുദ്ധ ഖുർആൻ മാത്രം. അഞ്ചാമത്തെ കാരണം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഹിജ്ർ 9. ഈ വിശുദ്ധ ഖുർആനെ ഞാൻ ഇറക്കി, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന പ്രത്യേക സംരക്ഷണം. ഈ സംരക്ഷണം വിശുദ്ധ ഖുർആന് മാത്രമാണ്, ഹദീസ് ഗ്രന്ഥത്തിൽ ഒന്നിനും തന്നെ ഇല്ല. ആറാമത്തെ കാരണം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹി അഖ്വം, വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഏറ്റവും ചൊവ്വായതിലേക്ക് വഴിതെളിയിക്കുക. ഹദീസുകളിൽ സ്വർഗത്തിലേക്ക് വഴിതെളിയിക്കുന്നതുമുണ്ട്, ഹദീസുകളിൽ നരകത്തിലേക്ക് വഴിതെളിയിക്കുന്നതുമുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഏകാഭിപ്രായമുണ്ട്, അതായത് ഭിന്നത ഒരിക്കലും ഉദ്ധരിച്ചിട്ടില്ല. ഏഴാമത്തെ കാരണം, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ഫുസ്സിലത്ത് 42. വിശുദ്ധ ഖുർആന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒരു നിലക്കും ബാത്തിൽ അസത്യം പ്രവേശിക്കുകയില്ല. ഈ സംരക്ഷണം വിശുദ്ധ ഖുർആനിനില്ല. അല്ല, വിശുദ്ധ ഖുർആന് മാത്രമാണുള്ളത്, ഹദീസ് ഗ്രന്ഥങ്ങൾക്കില്ല. ഇതിലും മുസ്ലിം ലോകത്ത് ഏകാഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഹദീസുകളെ ലൈഫ് ദുർബലമാക്കി തിരിച്ച്, മൗദൂഅ് മനുഷ്യ നിർമ്മിതമാക്കി തിരിച്ച്,
ഷാദ് ഒറ്റപ്പെട്ടതായിട്ട് തിരിച്ച്, മഖ്ലൂബ് ആശയത്തിൽ അട്ടിമറിഞ്ഞതായിട്ട് തിരിച്ച്, മുദ്റജ് ആശയത്തിലും പരമ്പരയിലും കടന്നുകൂടിയതായിട്ട് തിരിച്ച്, ഈ 7 കാരണത്താലാണ് മുസ്ലിം ലോകം ഒന്നാം പ്രമാണമായി വിശുദ്ധ ഖുർആനെ കണ്ടത്. ഇനി ഖുർആനാണ് ഒന്നാം പ്രമാണം എന്നതിന്റെ ഉദ്ദേശമെന്ത്? വിശുദ്ധ ഖുർആനാണ് ഒന്നാം പ്രമാണം എന്നതിന്റെ ഉദ്ദേശമെന്ത്? ഇത് ഗ്രഹിക്കുന്നതിലും മുസ്ലിം സമൂഹത്തിന് പിഴവ് സംഭവിച്ച്, ഈ പിഴവുമാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നുകൂടാനുള്ള കാരണം. ഞാനത് ഒന്ന് വിശദീകരിക്കാം. ഉദ്ദേശം ഒന്ന്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആദ്യമായി ഖുർആനിലേക്ക് മടക്കുക. ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കാനല്ല, ഖുർആനിലേക്ക് മടക്കുക. ഖുർആനിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ ഹദീസിലേക്ക് മടക്കുക. അത് നബി തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി 7086, മുസ്ലിം 433 ഉദ്ധരിച്ച ഹദീസ്. അതിൽ വിശ്വാസ സമൂഹത്തോട് പറയുന്നത്, നിങ്ങൾ ആദ്യം ഖുർആൻ പഠിക്കുക, ശേഷം സുന്നത്ത് പഠിക്കുക. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്രാഹിം അസ്കലാനി പറയാണ്, വഫീഹി ഇശാറത്തുൻ, ഈ ഹദീസിൽ സൂചന ഉണ്ട്, ഇലാ അന്നഹും, ഏതിലേക്ക്, കാനൂ സഹാബത്തായിരുന്നു, യതഅല്ലമൂന ഖുർആന, ഖുർആൻ അവർ പഠിക്കാറുണ്ട്, ഖബല യതഅല്ലമ സുനന, സുന്നത്ത് പഠിക്കുന്ന മുമ്പായിട്ട് ഖുർആനാണ് സഹാബത്ത് പഠിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഖുർആനിലേക്കാണ് നോക്കുക ആദ്യം. അതിലില്ലെങ്കിലാണ് പ്രവാചകന്റെ വാക്കുകളുണ്ടോ നോക്കുക. അത് ഫത്തുൽ ബാരി വാല്യം 16 344. ഇനി നബി പ്രവാചകന്മാരെ നിയോഗിക്കുമ്പം നീ എന്തുകൊണ്ട് വിധിക്കും? ഖുർആനെ കൊണ്ട് വിധിക്കും. എടോ, തെറ്റാ നീ പറഞ്ഞത്. ഖുർആനെ കൊണ്ടും ഹദീസ് കൊണ്ടും വിധിക്കെന്ന് പറയില്ല. നബി ഇത് അംഗീകരിക്കും. ശേഷം ചോദിക്കും, ഖുർആനെ കണ്ടിട്ടില്ലെങ്കിലോ? താങ്കളുടെ ചര്യ കൊണ്ട് ഞാൻ വിധിക്കും. ശേഷം നബി ചോദിക്കും, അതിൽ കണ്ടിട്ടില്ലെങ്കിലോ? ഞാൻ ഇജ്തിഹാദ് ഗവേഷണം ചെയ്യും. സഹാബിമാരുടെ ചര്യം അങ്ങനെ തന്നെയാണ്. ഇബ്നു അസ്കലാനി പറയുകയാണ്, ഖറജ ബൈഹഖി ബിസനദിൻ സഹീഹി അൻ മൈമൂൻ ബിൻ മഹ്റാൻ ഖാല കാന അബൂബക്കർ ഇദാ വറദ അലൈഹി അംറുൻ നദറ ഫീ കിതാബില്ലാഹ് വഇൻ വജദ ഫീഹി മാ യഖ്ലി ബി ഖല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അബൂബക്കർ ആദ്യം ഖുർആൻക്കാ നോക്കുക. ഖുർആൻക്ക് ഹദീസ് ഒരു കണ്ണ്, ഖുർആൻക്ക് ഒരു കണ്ണ് ഹദീസിക്കല്ല. ഖുർആനിലേക്ക് നോക്കും. ഖുർആനിൽ കണ്ടാൽ അതുകൊണ്ട് വിധിക്കും. ഖുർആനിൽ കണ്ടിട്ടില്ല, വൈല്ലം വെച്ച് അദ്ദേഹം ഖുർആൻ കണ്ടിട്ടില്ലെങ്കിലോ നബിചര്യയിലേക്ക് മടങ്ങും. ഇനി അസ്കലാനി തന്നെ പറയാം, വ ഉമറു ഹുവല്ലദീ കതബ ഇലാ ശുറൈഹിൻ ഉൻദുർ മാ തബയ്യന ലക മിൻ കിതാബില്ലാഹി ഫത്തബിഹി സുന്നത്ത് ഫത്തബിഹി هذا فلم يتبين لك من كتاب الله فاتبع به سنة رسول الله وما لم يتبين به سنة فاجتهد فيه. ഉമല്ലാഹു ശുറൈബ് പോലെയുള്ള ഇമാമിങ്ങൾക്ക് അയച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഖുർആനെ കൊണ്ട് ജീവിക്കണം. ഖുർആന് പ്രശ്നപരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഹദീസിലേക്ക് മടങ്ങണം. ഹദീസിലേക്ക് കണ്ടിട്ടില്ലെങ്കിൽ നീ ഗവേഷണം ചെയ്തോ, ഇജ്തിഹാദ് ചെയ്തോ. വഖറജ ഇബ്നു അബീ ശൈബി സനദിൻ സഹീഹ് അൻ ഇബ്നു മസ്ഊദ് ഹദീസ് ഉമർ. പ്രഗൽഭ ഖുർആൻ പണ്ഡിത ഇബ്നു മസ്ഊദ്, അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രശ്നം ഉണ്ടായാൽ ഖുർആനിലേക്ക് നോക്കും. ഖുർആൻ കണ്ടിട്ടില്ലെങ്കിൽ സുന്നത്ത് നോക്കും. ശേഷം ഗവേഷണം ചെയ്യും. ആദ്യകാലത്തെ മുജാഹിദ് പണ്ഡിതന്മാര് ഈ രീതിയായിരുന്നു സ്വീകരിച്ചു പോന്നിരുന്നത്. വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി മുസ്ലിമിൽ ഈസാ നബി അലൈഹി സ്വലാം അവസാനം ഇറങ്ങി വരുമെന്ന് ധാരാളം ഹദീസ് ഉണ്ടായിട്ടും ആദ്യകാലത്തെ പ്രഗൽഭ പണ്ഡിതന്മാരെ മുജാഹിദുകൾ അൽമനാറിൽ വരെ ആദ്യകാലത്ത് എഴുതി ഈസാ നബി മരിച്ചു എന്നും വിശ്വസിക്കാം, വരൂല എന്നും വിശ്വസിക്കാം, യാതൊരു തെറ്റുമില്ല എന്നുള്ളത്. കാരണം സൂറത്ത് മാഇദന്റെ ആയത്തിന് എതിരാവോ എന്നുള്ളത് അവർ ഭയപ്പെട്ടതാണ്. ഹദീസ് നിഷേധികളായതുകൊണ്ടല്ല. ചില ഉദാഹരണത്തിനുള്ളത് വിശദീകരിക്കാം. പ്രാർത്ഥനയും ആരാധനയും രണ്ടാണോ? പ്രാർത്ഥനയും ആരാധനയും രണ്ടാണ്. നാമും സുന്നി സുഹൃത്തുക്കളും AP വിഭാഗത്തിലെ ജിന്ന് മുജാഹിദുകളും തമ്മിലുള്ള ഒരു പ്രധാന വിഷയമാണിത്. പ്രത്യേകിച്ച് ഡോക്ടർ സലാഹിൻ കോക്കസും
പറയുന്നു, പ്രാർത്ഥന വേറെ, ആരാധന വേറെ. പ്രാർത്ഥന ഇല്ലാത്ത ധാരാളം ആരാധനകളുണ്ട്. ഡോക്ടറും കോക്കസും പറയുകയാണ്, അള്ളാഹുവിനെ ഭയപ്പെടൽ പ്രാർത്ഥനയാണ്, പക്ഷേ ആരാധനയാണ്, പ്രാർത്ഥനയല്ല. പടച്ചോനെ ഭയപ്പെടല് ഒരിക്കലും പ്രാർത്ഥനയല്ല. കടവത്തൂരിലെ പ്രസംഗം സീഡികൾ കൈവശമുണ്ട്. എന്തിനാണ് പ്രാർത്ഥനയും ആരാധനയും വേർതിരിച്ചത്? സുന്നികള് മരിച്ചവരെ വിളിച്ച് സഹായം തേടല്, പ്രാർത്ഥനയാണെങ്കിലും ആരാധനയല്ല, ശിർക്കല്ല എന്ന് പറയാന്. ഇവരോ ജിന്നിനെയും പിശാചുക്കളെയും ആരാധിച്ചാലും ഉപകാരം ചെയ്യും, പൂജിച്ചാലും ഉപകാരം ചെയ്യും, സഹായം തേടിയാലും ഉപകാരം ചെയ്യും. സായിബാബക്ക് ജർമ്മനിയിലെ മരുന്നൊക്കെ നിമിഷ നേരം കൊണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് പിശാച്ചാണ്. നിമിഷ നേരം കൊണ്ട് HMT വാച്ച് പിശാച്ച് കൊണ്ടുവന്ന് തരും. പക്ഷെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യൂല? ഉപകാരം ചെയ്യൂല. ഇങ്ങനെ ഓർത്തിരിക്കാനാണ് പ്രശ്നം. നമുക്ക് ഖുർആനിൽ വിട്ടോക്കാം. അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരി. നിങ്ങൾ റബ്ബിനോട് പറയുന്നത്, നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ. ശേഷം ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി അൻ ദുആഇന് പറയേണ്ട സ്ഥാനത്ത് ഇബാദത്തി എന്നാ പറഞ്ഞത്. അവൻ ദുആവും ഇബാദത്തും ഖുർആനിൽ പര്യായ പദമായിട്ട് ഉപയോഗിക്കുകയാണ്. വമന്നല്ലോ താൻ ടൈമില്ല. അഹ്കാഫ് വാഴ്ത്തതിലിപ്പം സൂറത്ത് മറിയം, ഈ ആയത്തുകളിലെല്ലാം തന്നെ ദുആവും ഇബാദത്തും പര്യായ പദമായിട്ടുള്ള പ്രയോഗിക്കുകയാണ്. അപ്പൊ ഈ വിഷയം നിഷ്പക്ഷമായ മനസ്സോടുകൂടി ഖുർആനിലേക്ക് വിട്ടാല് പ്രാർത്ഥനയും ആരാധനയും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസം സുന്നി പണ്ഡിതന്മാർക്കും ജിന്നി മുജാഹിദ് പണ്ഡിതന്മാർക്കും ഉണ്ടാകുമായിരുന്നോ സുഹൃത്തുക്കളെ? ഒരിക്കലുമില്ല. ഇനി ഹദീസിലുണ്ടോ? അതുമില്ലതാനും. ദുർബലമായ ഹദീസിൽ പോലും പ്രാർത്ഥനയും ആരാധനയും ദുആവും ഇബാദത്തും രണ്ടാണെന്ന് പറയുന്നില്ല. പിന്നെ ഹദീസിലുള്ളതോ ഒന്നാണ് താനും. നബി പറഞ്ഞ ദുആഉ വൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന പ്രവേശിച്ചാലേ ഇബാദത്തിനെയാവുള്ളൂ. ഇവര് പറയുന്നത് പ്രാർത്ഥന അല്ലാത്ത ധാരാളം ആരാധനകളുണ്ട് എന്ന് ജിന്നി വിഭാഗം മുജാഹിദുകൾ പ്രസംഗിക്കുകയാണ്. അപ്പൊ നോക്കൂ, പ്രശ്നം ഖുർആനിലേക്ക് വിട്ടാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയില്ല. ഇതേ ഡോക്ടർ തന്നെ മണ്ണാർക്കാട് പ്രസംഗത്തിൽ സുന്നികളുമായി സംവാദം നടത്തേണ്ടി വന്നപ്പോൾ 10 സ്ഥലത്ത് പറയുന്നുണ്ട് പ്രാർത്ഥനയും ആരാധനയും ഒന്ന് തന്നെ. രണ്ടാമതൊരു പ്രശ്നം, മലക്കുകളെ വിളിച്ച് സഹായം തേടാൻ പാടുണ്ടോ? ജിന്നുകളെ വിളിച്ച് സഹായം തേടാൻ പാടുണ്ടോ? സഹായം തേടൽ ശിർക്കാണോ? ഇന്ന് ശക്തമായിട്ട് AP ഭാഗത്തിലെ ജിന്നു മുജാഹിദ് പറയുകയാണ്, ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടൽ ഒരിക്കലും ശിർക്കല്ല. സഹായം തേടിയാൽ ജിന്നും പിശാച്ചും വലിയ വലിയ ഭാരങ്ങളൊക്കെ ദൂരത്തുനിന്ന് നിമിഷ നേരം കൊണ്ട് കൊണ്ടുവന്ന് തരും. കുട്ടിയില്ലാത്തവന് സന്താനത്തെ വരെ നൽകും, സാമ്പത്തിക ശേഷി നഷ്ടപ്പെട്ടവന് സമ്പത്ത് കൊടുക്കും എന്ന് പറയുകയാണ്. നാമും മറുലക്ഷ്യമുള്ള അഭിപ്രായ ഭിന്നതയാണ്. വിശുദ്ധ ഖുർആനിലേക്ക് ഇത് വിട്ടുനോക്കൂ, എത്ര വേഗം പ്രശ്നം പരിഹരിക്കാം. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും ഫലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ച് തേടിയാല് തേട്ടം കേൾക്കൂല, കേട്ടാൽ തന്നെ ഉപകാരം ചെയ്യൂല. പരലോകത്ത് നിങ്ങളെ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഈ ആയത്തിന്റെ പരിധിയിൽ തഫ്സീർ ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിരിങ്ങൾ മുഴുവൻ പറഞ്ഞ് അമ്പിയാക്കന്മാർ നബിമാര് പെട്ട്, ശൈത്താന്മാര് പെട്ട്, ജിന്ന് പെട്ട്, മലക്ക് പെട്ട്, എല്ലാം പെട്ടെന്ന് പറയാണ്. വമൻ അവല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹി ഖുൽ ദുല്ലദീന സഅംതും മിൻ ദൂനിഹി. ഈ തഫ്സീറുകൾ മുഴുവൻ തന്നെ ഒരായത്തുകൾ വ്യാഖ്യാനം പറയാണ്. ഇതിന്റെ പരിധിയിൽ മലക്കും പെടും, ജിന്നും പെടും, എല്ലാം പെടും എന്നുള്ളത്. ഈ ഹദീസിലുണ്ടോ? ഒറ്റ ഹദീസിലെങ്കിലും, സ്ഥിരപ്പെട്ട ഒറ്റ ഹദീസിലെങ്കിലും മലക്കിനെയും ജിന്നിനെയും വിളിച്ചു കാണാനുണ്ടോ? തെളിവുണ്ടോ? ഇല്ല. വാറോല ഹദീസിൽ മാത്രം, മനുഷ്യനിർമ്മിതമായ വാറോല ഹദീസിൽ മാത്രം. ഇവർ ഈ വാറോല ഹദീസിന്റെ പിന്നാലെ പോയി വിശുദ്ധ ഖുർആനെ കൈവിട്ടും കൊണ്ട്. അതുകൊണ്ട് ഇവർക്ക് സംവാദവേളയിൽ, മക്കരപ്പറമ്പ് സംവാദത്തിലും
മട്ടാഞ്ചേരി സംവാദത്തിലും ചക്കരപ്പറമ്പ് സംവാദത്തിലും സുന്നി മുസ്ലിയാക്കന്മാർ ചോദിക്കാണ്, ഈ ഇസ്ലാഹി പണ്ഡിതന്മാർ ചോദിക്കാണ്, ജിന്നു മുജാഹിദോട് ചോദിക്കാണ്, ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടല് ശിർക്കാണോ? അക്ഷരം പറയാതെ വ്യവസ്ഥ വരെ എഴുതാൻ സാധിക്കാതെ സംവാദം മുടങ്ങാണ്. എന്താണ് സ്നേഹിതന്മാരെ ഇവർക്ക് മറുപടി പറയാൻ പ്രയാസം? അല്ലാഹുവിന്റെ ഖുർആൻ പച്ചയിൽ ആയത്തുണ്ടാവുമ്പം എന്റെ മടി ഒരു ഹദീസ് ഉണ്ട്. നബി പറഞ്ഞു, നിങ്ങൾ വിജനമായ പ്രദേശത്ത് പെട്ടാൽ യാ ഇബാദി അറീനൂനി, എന്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ. വാറുവല മനുഷ്യനിർമ്മിതമായ ഹദീസ്. ഈ ഹദീസിന്റെ മുമ്പിൽ ഇവർ അള്ളാഹുവിന്റെ ഖുർആനെ വിടുകയാണ്, പ്രവാചക ചര്യനെ വിടുകയാണ്. നബിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടമുണ്ടായി. ബദറിൽ മലക്ക് സഹായിച്ചില്ലേ? ഊദില് മുസ്ലിങ്ങൾ തോറ്റ് ബദറിലെ മലക്കിനെ വിളിച്ച് തേടിയോ കൂട്ടരെ? ബദറിൽ സഹായിച്ച മലക്കുകളെ, ഊദിന് ഞാൻ പരാജയപ്പെടുകയാണ്, നിങ്ങൾ എന്നെ സഹായിക്കും എന്ന് പറഞ്ഞോ? ഉനൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ആദ്യകാലത്ത് തോറ്റോടി. ബദറിലെ മലക്കിനെ വിളിച്ച് നബി സഹായം തേടിയോ? സഹാബത്ത് റോമക്കാരും പേർഷ്യക്കാരും ഒക്കെ യുദ്ധം ചെയ്ത് കപടവിശ്വാസികളെ സഹായം സ്വീകരിച്ച്, ജൂതന്മാരെ സഹായം സ്വീകരിച്ച്, എന്നിട്ട് എന്റെ മുഹമ്മദ് നബിന്റെ സഹാബത്തിന് ജീവിതത്തിൽ മലക്കെ എന്നെ സഹായിക്കണ, ജിന്നെ എന്നെ സഹായിക്കണം വിളിച്ച് നേടാതിരുന്നത്? അപ്പോൾ വിശുദ്ധ ഖുർആനെയും സഹാബത്തിന്റെ ചര്യയെയും ഒരു വാറോലക്ക് മുമ്പിൽ ഇവർ ഒച്ചാനിച്ച് നിൽക്കുകയാണ്. നിന്നിട്ട് മലക്കിനെയും ജിന്നിനെയും വിളിച്ച് സഹായം തേടല് ശിർക്കല്ല എന്നിവർ പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തത്, പിശാച് രോഗമുണ്ടാക്കുമോ? AP കാലത്തിലെ ജിന്ന് മുജാഹിദുമായി നാമുമുള്ള പ്രധാന തർക്ക വിഷയം ഇതാണ്. എല്ലാ രോഗവും പിശാച്ചാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ സലായി പ്രസംഗിക്കുകയാണ്, പ്ലേഗ് രോഗം പിശാച്ചാണ് ഉണ്ടാക്കുന്നത്, അപസ്മാര രോഗം പിശാച്ചാണ് ഉണ്ടാക്കുന്നത്, എല്ലാം പിശാച്ചാണ് ഉണ്ടാക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനവും ജിന്ന് മുജാഹിദും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. ഈ തർക്ക വിഷയം നമുക്ക് എവിടേക്ക് വിടണം? മുസ്ലിം ആകണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് വിടണം. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്താനി തദക്കറൂൻ ഫൈദാ ഹും മുബ്സിറൂൻ. പിശാചിന്റെ എന്ത് ബാധയാവട്ടെ, വിശ്വാസിയെ ബാധിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ എന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി. ഓന്റെ മുമ്പ് അള്ളാഹിനെ ഓർക്കണമെന്ന് പറഞ്ഞാൽ മതി, എന്നാ പിന്മാറുമെന്ന് പറഞ്ഞു. ഇബ്നു കസീർ അർത്ഥം കൊടുക്കണം. മുബ്സിറൂൻ എന്ന് പറഞ്ഞ ഐ ഇസ്തഖാമു വസഹൗ മിമ്മാ കാനൂ ഫീഹി. എന്ത് ബാധ പിശാചിന്റേതുണ്ടായാലും പടച്ചോൻ എന്നുള്ള ചിന്ത ഉണ്ടായി തെളിഞ്ഞു. അപ്പൊ അപസ്മാര രോഗം ഇവർ പറയുന്ന മാതിരി പിശാചുണ്ടാക്കുകയാണെങ്കിൽ ആ അപസ്മാ രോഗിന്റെ മുമ്പിൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്നേക്കും രോഗം മാറണം. മാനസിക രോഗം പിശാചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗം മാറണം. മാറുന്നുണ്ടോ? ഇല്ല, പിശാചുണ്ടാക്കിയതല്ല. ഇനിയോ അള്ളാഹ് പറയും, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും വകഫാ ബിറബ്ബിക വകീല. പടച്ചതമ്പുരാൻ പിശാചിനോട് പറയാണ്, പിശാചേ, നിന്റെ എന്ത് ശക്തികളുണ്ടോ ആ ശക്തികളിൽ നിന്നൊക്കെ തന്നെ എന്റെ ദാസന്മാരെ ഞാൻ സംരക്ഷിക്കും. ജലാലിനി പറയാ, എന്റെ ദാസന്മാരെന്ന് പറഞ്ഞ മുഅ്മിനീന സത്യവിശ്വാസികൾ. സുൽത്താനില്ല എന്ന് പറഞ്ഞ തസല്ലുത്തും വഖുവ്വത്തും യാതൊരു ശക്തിയുമില്ല. വകഫാ ബിറബ്ബിക വകീലൻ ഹാഫിളൻ ലഹും മിൻക. ചെകുത്താനെ, അള്ളാഹ് പറയാ ചെകുത്താനോട്, നിന്റെ സർവ്വ കുതന്ത്രത്തിൽ നിന്നും ഞാൻ എന്റെ വിശ്വാസികളെ, മുസ്ലിം സമൂഹത്തെ, മുന്നിലിരിക്കുന്ന മുവഹിദീങ്ങളെ ഞാൻ സംരക്ഷിക്കും. എത്രത്തോളമെന്നാൽ പള്ളി ദർസിൽ വളരെയധികം ബഹുമാനിക്കുന്ന തഫ്സീർ സാവി പറയാണ്, അതായത് ബൽഹും മഹ്ഫൂദൂന മിൻക. പിശാച് വിശ്വാസികളുണ്ടല്ലോ, മുവഹിദീങ്ങളുണ്ടല്ലോ, അവർ നിന്നിൽ നിന്ന് സുരക്ഷിതമാക്കപ്പെട്ടവരാണ്. ഇന്ന ശൈത്താന, പിശാച് വൈകാന ഖാദിറനൽ വസ്വസത്തി, നമ്മൾ ദുർമന്ത്രം ഉണ്ടാക്കാനുള്ള കഴിവാനുണ്ടെങ്കിലും ബി ഇഖ്താരില്ലായി, അള്ളാന്റെ വ്യവസ്ഥ കൊണ്ട് ഫല്ലാഹു അർഹമു ബി ഇബാദിഹി. പക്ഷെ ഇവന്മാര് പറയുന്നതല്ല, പടച്ചോൻ ഈ ദാസന്മാരുടെ മുമ്പിൽ മേലെ ഏറ്റവും കരുണുള്ളവനാണ്. വൗവ യദ്ഫഉ അൻഹു ഖൈദഹു വശറഹു, അതുകൊണ്ട് പിശാചിന്റെ ശർറൊക്കെ താക്കും എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് പിശാച് നമ്മുടെ കഠിന ശത്രുവാണ്. ആ ശത്രുവിന് രോഗം ഉണ്ടാക്കാനും അപസ്മാരം ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്ന അർഹമല്ല. തഫ്സീർ സുന്നികൾ ബഹുമാനിക്കണ സാവിപ്പെന്ന് പറയാണ് കൂട്ടനെ,
പടച്ചവന് അങ്ങേയറ്റ കൃപയുള്ളവനാണ് എന്റെ മുന്നിലിരിക്കുന്ന മുവഹിദീങ്ങളുടെ മേല്. അതുകൊണ്ട് അവന് എന്ത് കഴിവുണ്ടോ ആ കഴിവിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ പടച്ചവൻ എന്ത് ചെയ്യും? കാത്തു സൂക്ഷിക്കും. തഫ്സീർ സാബി 2:352 ദീർഘിപ്പിക്കണില്ല. ഇനി ഹദീസിലുണ്ടോ പിശാച് രോഗം ഉണ്ടാക്കുന്നുള്ളത്? വാറോലയിൽ ഇസ്ലാമിനെ ദുർബലമാക്കാൻ കെട്ടിണ്ടാക്കിയ വാറോലയിൽ മാത്രം. ഒരിക്കൽ പെണ്ണ് വന്ന് കുട്ടിക്ക് അപസ്മാരാണ് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു ഉഖ്റുജി അദുവല്ലാഹ് വഅന റസൂലുള്ളാഹ്, പുറത്തു ഓടോ എന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹിന്റെ ദൂതനാണ് ആക്കി മുദ്രിച്ചത്. അബ്ദുൽ ജബ്ബാർ എന്ന മനുഷ്യന്റെ പരമ്പരയിലുണ്ട്. നുണ പറയുന്നവനാ, കളവ് പറയുന്നവന്. യൂനുസ് ബിൻ ബുക്കൈറുണ്ട്, നുണ പറയുന്നവനാ. പിന്നെ നബിനോട് ഒരിക്കൽ ചോദിച്ച് പ്ലേഗ് രോഗം ആരുണ്ടാക്കുന്നതാണ്? നബി പറഞ്ഞു പോലും പ്ലേഗ് രോഗം ചെകുത്താൻ ഉണ്ടാക്കുന്നതാണ്. അഹമ്മദ് തുബ്രാനി, അബുൽ ബൽജ് പെരുങ്കള്ളൻ, അബൂബക്കർ നഹ്ശരി പെരുങ്കള്ളൻ. പിന്നൊരു ഹദീസ് റജുലിൻ, ഏതൊരു മനിയൻ, ഏതൊരു മനുഷ്യനാണ് ഇബ്നു മസ്ഊദിൻ നബി മസ്ഊദ് അസ്ദാരി. അവ എന്തേ നിങ്ങൾ കണ്ടത്? വിശുദ്ധ ഖുർആൻ പച്ചയിൽ പറയാണ് പിശാചിന്റെ ദുർമന്ത്രണം വരെ അതുവരെ സത്യവിശ്വാസികൾ സ്വാധീനിക്കാൻ സാധ്യല്ല. എല്ലാ ഉപദ്രവത്തിൽ നിന്നും പടച്ചവൻ നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് പറയാണ്. അള്ളാഹുവിനെ ചിന്ത ഉണ്ടായി പിന്മാറുമെന്ന് പറയാണ്. എന്നിട്ടും ഇവർ പറയാണ് എല്ലാ രോഗവും പിശാചുണ്ടാക്കാണ്. ഖുർആൻ എന്തിനു വേണ്ടി കൈവിട്ട്? എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഖുർആനെ കൈവിട്ട്? ഹദീസിന് വേണ്ടി. ഏത് ഹദീസിന് വേണ്ടിയും? വാറോള ഹദീസുകൾക്ക് വേണ്ടി മാത്രം സ്നേഹിതന്മാര്. ഇനി മറ്റൊരു വിഷയം, 4ാമത്തെ വിഷയം, വിഗ്രഹം പാല് കുടിച്ചെന്ന് പറയുന്ന സംഭവം ശരിയാണോ? വിഗ്രഹം ചോര ഒഴിക്കുക ശരിയാണോ? വിഗ്രഹം സംസാരിച്ചെന്ന് പറയുന്ന സംഭവം ശരിയാണോ? തർക്ക വിഷയം. ജിന്ന് മുജാഹിദ് ശക്തിയായിട്ട് വാദിക്കുകയാണ് എല്ലാം ശരിയാണ്. വിഗ്രഹം പാല് കുടിക്കും, വിഗ്രഹം സംസാരിക്കും, വിഗ്രഹം ചോര ഒഴുക്കും, ഈ സംഭവം ശരിയാണ്. ഏതാ പ്രസംഗിക്കുന്നത്? ജിന്ന് മുജാഹിദുകൾ. ജിന്ന് മുജാഹിദ് പ്രസംഗിക്കാണ്. പ്രത്യേകിച്ച് ഡോക്ടർ സലായി കടവത്തൂർ പ്രസംഗിക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹത്തെ മുറിച്ച് വലിയ വിഗ്രഹത്തെ മാത്രം നിർത്തി, നിങ്ങൾ ആ വിഗ്രഹത്തോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. പിശാച് വിഗ്രഹത്തുമ്മ കയറി സംസാരിച്ചില്ല. അതിന് കാരണം എന്താ? സംസാരിക്കാത്തത് കൊണ്ട്, കഴിവില്ലാത്തതുകൊണ്ടല്ല. പിശാചിനപ്പം തോന്നിയില്ല പിശാചിനപ്പം. അതിന് കാരണം മടവൂരികൾ പിശാചിനോട് ഒന്ന് ചോദിച്ചോ? കടവത്തൂരി പണ്ഡിതൻ പ്രസംഗിക്ക. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 100 സ്ഥലത്ത് പറഞ്ഞതല്ലേ? ശതക്കണക്കിന് ആയത്തിന് പറഞ്ഞില്ലേ? വിഗ്രഹത്തിന് ഒന്നും ചെയ്യാൻ സാധ്യല്ല. ഓതാൻ ആയത്തിലെ സൂറത്ത് 5:73. എന്തെങ്കിലും തട്ടിയെടുത്താൽ വരെ, ഈച്ച തട്ടിയെടുത്താൽ വരെ അത് തിരിച്ചെടുക്കാൻ സാധ്യല്ല. വിശുദ്ധ ഖുർആന് വിഗ്രഹം സഹായിക്കൂല എന്ന് പറയുമ്പോൾ കേവലം കല്ലുകൊണ്ടുള്ള വിഗ്രഹമല്ല ഉദ്ദേശിക്കുന്നത്. അത് മുശ്രിക്കും ഉദ്ദേശിച്ചിട്ടില്ല. അതിനെ പ്രതിദാനം ചെയ്യുന്ന പിശാച് ചെകുത്താനാണെങ്കിൽ ചെകുത്താൻ, ആവഹിച്ച ചെകുത്താന്. അതിനെ പ്രതിദാനം ചെയ്യുന്ന മഹാന് അവരൊന്നും ചെയ്യൂല. പിശാചാകട്ടെ മഹാനാവട്ടെ ഒന്നും ചെയ്യൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. 5ാമത്തത്, തൗഹീദ് പറയുവാൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നിർത്തിവെക്കണമോ? യതീം സംരക്ഷണം നിർത്തിവെക്കണമോ? വിദ്യാഭ്യാസ പ്രവർത്തനം നിർത്തിവെക്കണമോ? നാമും ജിന്ന് മുജാഹിദും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. 10 പണ്ഡിതന്മാർ ഇരു ഭാഗത്ത് യോജിച്ചുകൂടി 2ാമത്തെ പ്രബന്ധം 8ാമത്തെ പേജിൽ തന്നെ വാർത്ത തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി കുറച്ചു കാലത്തേക്ക് യതീം കുട്ടികളെ സംരക്ഷിക്കൽ നിർത്തിവെക്കണം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നിർത്തിവെക്കണം, ജീവകാരുണ്യ പ്രവർത്തനം നിർത്തിവെക്കണം, ഖുർആൻ ക്ലാസ് വരെ നിർത്തിവെക്കണം. മാത്രം എന്നുള്ള പദം തന്നെ പറയാം. എന്നിട്ട് തൗഹീദ് മാത്രം പ്രസംഗിച്ച് നടക്കണം. പണ്ഡിത ചർച്ചയിൽ 10 പണ്ഡിതന്മാർ അവതരിച്ച പ്രബന്ധത്തിൽ വരെ പറഞ്ഞു. നാമും അവരും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. വിശുദ്ധ ഖുർആനിലേക്ക് അടക്കിയാലോ? പ്രബന്ധത്തിൽ സെയ്തന്മാര് 2ാം പ്രബന്ധം 8ാം പേജ് പറഞ്ഞതല്ലാതെ ഒരു ആയത്തിന്റെ കഷ്ടം വരെ തെളിവ് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കാണെങ്കിലോ ധാരാളം തെളിവ് നമ്മൾ ഉദ്ധരിച്ച് ഈ എന്നിന്റെ മുന്നിലിട്ട് മുവഹിദ് പറയാം, ഞാൻ തൗഹീദ് പ്രസംഗിക്കാൻ വേണ്ടി ഒരാഴ്ച ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യൂല, അനാഥനെ സംരക്ഷിക്കൂല, വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തനിച്ച കാഫിറ, തനിച്ച മതനിഷേധിയാണ് ഖുർആനിൽ പറയാണ്.
അപ്പൊ 5 പ്രശ്നം ഞാൻ എടുത്തു പറഞ്ഞ് ഇനി എന്റെ സമയമില്ല സ്നേഹിതന്മാർ, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കണില്ല. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രമാണം അട്ടിമറിച്ച്, പ്രമാണങ്ങൾക്ക് മുൻഗണന അട്ടിമറിച്ച്, അത് കാരണത്താൽ മുജാഹിദ് പ്രസ്ഥാനം പിന്തുടർന്നു പോന്ന 308 വിഷയങ്ങളിൽ ഈ ജിന്ന് മുജാഹിദ് അട്ടിമറിച്ച്, അത് ഏതൊക്കെയാണ് എന്ന് ശരിക്ക് ആര് എവിടെ പറഞ്ഞ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരിക്ക് തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. തെളിവ് മാത്രം ഉദ്ധരിക്കാതിരുന്നാൽ സുല്ലമി നുണ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് സുല്ലമിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നുണകള് നിങ്ങൾ ഗ്രന്ഥം എഴുതി പൈസ ഉണ്ടാക്കും. പൈസ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 308 വിഷയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, അട്ടിമറികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് 308 വായിച്ചിട്ട് ആദർശം മനസ്സിലാക്കിയ മുജാഹിദായി ജീവിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നികളല്ല. സംഘടനപരമായും ആദർശപരമായും തൗഹീദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കഠിന ശത്രുക്കൾ ജിന്ന് മുജാഹിദാണ്. അതുകൊണ്ട് നിങ്ങളൊരു പ്രസംഗം സംഘടിപ്പിക്കുകയാണ്. സുന്നികളെ മാത്രം വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഈദിലു, ആ ആയത്ത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കൂല. സത്യവിശ്വാസികൾ, നിങ്ങൾ നീതിക്ക് കൂട്ടുനിൽക്കി. സ്വന്തം ശരീരത്തിനും സ്വന്തം മാതാപിതാക്കൾക്കെതിരായാലും ആ ആയത്ത് ജീവിതത്തിൽ പകർത്തിയവരാകില്ല. നമ്മുടെ ശബാബ് വാരിക, അൽമനാർ മാസികയിലൊക്കെ സുന്നികൾക്കുള്ള ലേഖനം, ശബാബ് മാരിക, അത്തൗഹീദിലൊക്കെ സുന്നികൾക്കുള്ള എതിരുള്ള ലേഖനം പ്രസിദ്ധീകരിക്കുക. AP മുജാഹിദുകൾ ജിന്ന് മുജാഹിദിനെതിരെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കണില്ലെങ്കിൽ കൂട്ടരെ പടച്ചോന്മാരെ നീതി പുലർത്താൻ സാധിച്ചോ? ഞാൻ ഈ സുന്നികളെ എതിർത്തും കൊണ്ട് ഞാൻ ശബാബയ്ക്ക് ലേഖനം കൊടുക്കുകയാണ്, പ്രസിദ്ധീകരിക്കുകയാണ്. ഈ ജിന്ന് മുജാഹിദിനെ എതിർത്ത് ലേഖനം വെക്കുകയാണെങ്കിൽ ഖുർആന്റെ ആദർശം ഉൾക്കൊള്ളാൻ സാധിച്ചോ? നമ്മുടെ പ്രസ്ഥാനത്തിന് സംഘടനാപരമായും ആദർശപരമായും ഈ കേസിന് സുന്നിയും എവിടെയെങ്കിലും പ്രസംഗം. മുഹമ്മദ് നബിക്ക് 6 മാസം സിഹർ ബാധിച്ചു, നട്ടം തിരിഞ്ഞു. ആ ഹദീസ് നിഷേധിയാണ് എന്ന് പേരോട് എവിടെയും പ്രസംഗം കേട്ടിട്ടില്ല. ജിന്ന് മുജാഹിദ് സ്റ്റേജ് മുഴുവൻ സർവ്വ സ്റ്റേജിലും നമ്മെ ഹദീസ് നിഷേധിയാക്കുന്ന എന്താണ്? മുഹമ്മദ് നബിക്ക് സിഹർ വലിച്ചു 6 മാസം നട്ടം തിരിഞ്ഞ ഹദീസ് ഉദ്ധരിക്കാത്തതുകൊണ്ട് നമ്മളെ ഹദീസ് നിഷേധിയാക്കി പ്രസംഗിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും നമ്മുടെ പ്രസ്ഥാനമായി നിലകൊള്ളണമെങ്കിൽ പിളർന്ന് പരിശുദ്ധി നഷ്ടപ്പെട്ട് ആദർശം നഷ്ടപ്പെടണോ വേണ്ടെന്ന് വെക്കണമെങ്കിൽ നിങ്ങൾ ഭിന്നതെന്താണെന്ന് പഠിക്കണം. അങ്ങനെ യഥാർത്ഥ ധീര മുജാഹിദുകളായി ജീവിച്ച് മരിക്കാം. ചില മഹത്തായ ഭംഗിയാക്ക് എല്ലാവർക്കും കാണിച്ചു. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് KNM ഓഫീസ്, മർക്കസ് ദഅവ, ആറം റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക, ഉടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പങ്ക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥിതികയ്ക്കും നവയാഥാസ്ഥിതികയ്ക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, ഉടവ കുടുംബമാസിക, മർക്കസ് ദഅവ, ആറം റോഡ്, കാലിക്കറ്റ്. القرآن يوحدنا لطريق